നമുക്ക് തന്നെ ഉദ്യോഗസ്ഥരായ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ വീട്ടുമുറ്റത്ത് വലിയ രീതിയിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നേ ദിവസം കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൌഷാദ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു സാറിൻ്റെ നേതൃത്വത്തിൽ ഓച്ചിറ മേമന ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് തോട്ടവും 10 കിലോയോളം കഞ്ചാവും കണ്ടെടുത്ത് കേസെടുത്തിട്ടുള്ളതാണ്. ജില്ലയിലെ തന്നെ ആദ്യത്തെ സംഭവമാണ് ഇത്രയും വലിയ രീതിയിലുള്ള കഞ്ചാവ് കൃഷി കണ്ടെത്തുന്ന ഒരു സംഭവം. നമുക്ക് തന്നെ ഉദ്യോഗസ്ഥരായ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ വീട്ടുമുറ്റത്ത് വലിയ രീതിയിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 40 സെൻറ്റിമീറ്ററോളം വലിപ്പം വന്ന രീതിയിൽ ഈ ചെടികൾ വളർന്നിട്ടുണ്ടായിരുന്നു. ഈ കേസ് തുടക്കത്തിൽ നമ്മൾ ഒരു MDMA കേസിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രതി ഓച്ചിറ മേമന ഭാഗത്തുണ്ടായിരുന്നു. ഇയാൾ കൊമേഴ്ഷ്യൽ കേസും ഒരു മേജർ കേസും ഉണ്ട്. അയാളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയിലാണ് ഈ കേസ് കണ്ടെടുത്തിരിക്കുന്നത്. ഓച്ചിറ മേമന ഭാഗത്തുള്ള ഈ MDMA കേസിലെ പ്രതി ഒളിവിലിരുന്നു കൊണ്ട് നിയമവ്യവസ്ഥകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും കഞ്ചാവും MDMAയും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിലാണ് ഈ മനീഷ് എന്നയാളിനെ പിടികൂടിയത്. അയാളുടെ വീട്ടിൽ വിദേശ ഇനത്തിലുള്ള റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗ്രേറ്റ് ഡെയിൻ എന്ന് തുടങ്ങിയ നായകളെ തുറന്നു വിട്ട് നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ അവർ തുറന്നു വിട്ടിട്ട് രക്ഷപ്പെടുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് 5 മാസമായിട്ട് നമ്മൾ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഇത് വളരെ സാഹസികമായിട്ടാണ് അയാളെ ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത്. അയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിൽകുമാർ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് തോട്ടം കിട്ടിയത്. അതോടൊപ്പം തന്നെ അയാളുടെ വീട്ടിൽ നിന്ന് 10 കിലോ കഞ്ചാവും പിടികൂടി. അതിനി കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോന്നുണ്ട് അതിനെപ്പറ്റി. ഇയാളുടെ എന്താണ് ഇനി അടുത്ത വേറെ എല്ലായിടത്തും കൃഷി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി അത് കൂടുതൽ അന്വേഷണം നടത്തും. കേട്ടില്ല. ഇയാൾ ഈ മനീഷ് എന്ന് പറയുന്ന ആൾ നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഈ അഖിൽകുമാർ മുൻപ് കഞ്ചാവ് കേസുള്ള ആളാണ്.